ഇപ്പോൾ KPCCയിൽ അവസാനവട്ട ചർച്ചകൾ നടക്കുന്ന അവസാനവട്ട ചർച്ചകൾ തന്നെയാണ് തോന്നുന്നു. കാര്യം നേരത്തെ സണ്ണി ജോസഫ് പറഞ്ഞത് ചർച്ചകൾ തുടരുകയാണ്, ലിസ്റ്റ് ഹൈക്കമാൻഡ് ഇന്ന് തന്നെ കൈമാറാൻ ഇടയുണ്ട് എന്ന് സണ്ണി ജോസഫ് തന്നെ പറഞ്ഞിരുന്നു. ഏതാണ്ട് ആ മട്ടിൽ തന്നെയാണോ KPCCയിലെ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്? റിനു, തീർച്ചയായും ഹാഷ്മി, അല്പസമയം മുമ്പാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒരു അന്തിമ പട്ടിക തീരുമാനിക്കുന്നതിന് വേണ്ടി KPCC ആസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നത്. ഇപ്പോൾ ദീപാദാസ് മുൻഷി AICCയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഒപ്പം സണ്ണി ജോസഫ് ഉണ്ട്, KPCCയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉണ്ട്. ഒപ്പം IC ബാലകൃഷ്ണനെയും വിഷ്ണുനാഥിനെ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവർ. ഇപ്പോൾ ജിബിൻ കൂടി ചേരുന്നുണ്ട്. ജിബിൻ, ഈ അവസാനവട്ട ഒരു പട്ടികയിലേക്ക് പോവുകയാണോ നിലവിലിപ്പോൾ? അത് തന്നെയാണ് അറിഞ്ഞു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവസാനഘട്ട പട്ടികയിലേക്ക് പോയിരിക്കണം. കാരണം ഇന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇറങ്ങിക്കൊണ്ടുള്ള ഒരു ചർച്ചയാണ്. കാരണം ഏറ്റവും അധികം പ്രശ്നങ്ങളുണ്ടായിരുന്ന RC ക്യാമ്പിലും അത് RCയുടെ ക്യാമ്പിലാണ്. അപ്പോൾ ആദ്യം RCയെ തന്നെ നേരിട്ട് എത്തിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രശ്നങ്ങൾ, അത് ഒന്നാമത്തെ ഇതെന്ന് പറയുന്ന അദ്ദേഹത്തിനെ തന്നെ ആഭ്യന്തരമന്ത്രിയാക്കണമെന്നുള്ള കാര്യമായിരുന്നു. അത് തന്നെ അദ്ദേഹം നേരിട്ട് ചർച്ച നടത്തിക്കൊണ്ട് അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കി. പിന്നീടാണ് അൻവർ സാദത്തിന്റെയും അതുപോലെ തന്നെ IC ബാലകൃഷ്ണന്റെ കാര്യം വന്ന് അതും സംസാരിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തി. അവസാന തീരുമാനം ലീഗുമായി സംസാരിച്ച ശേഷം എടുക്കാനുള്ള ഒരു അന്തിമ രൂപം അവിടെ നിന്ന് നൽകിയതിനു ശേഷമാണ് നേരെ KCയുടെ അടുത്തേക്ക് വരുന്നത്. അൻവർ സാദത്ത് മന്ത്രിസഭയിലേക്ക് എത്തുമെന്നുള്ളൊരു ഉറപ്പ് ലഭിച്ചു എന്നുള്ളതാണ് RCയുടെ ക്യാമ്പ് പറയുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ കാരണം ലീഗുമായി സംസാരിച്ചിട്ടുണ്ട്. വി ഡി സതീശൻ തന്നെ ഇടപെട്ടുകൊണ്ട് ലീഗുമായി ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. ഇനി ലീഗാണ് അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അറിയിക്കേണ്ടത്. കാരണം അങ്ങനെ അൻവർ സാദത്തിനെ കൂടി മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ലീഗിന്റെ സീറ്റാണ് അവിടെ കുറവ് വരിക. ലീഗിൻ്റെത് 5 എന്നുള്ളത് 4 അത് ലീഗ് സമ്മതിക്കുമെന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇനി അറിയേണ്ടത്. അത് എടുത്തു പറയേണ്ട കാര്യം ഇനി KCയുടെയാണ്. KC ക്യാമ്പ് ആവശ്യപ്പെട്ടിട്ടുള്ളത് 6 മന്ത്രിസ്ഥാനങ്ങളാണ്. അക്കാര്യത്തിൽ കൂടിയാണ് ഇനി ഒരു അന്തിമ തീരുമാനമാകേണ്ടത്. എന്തായാലും KC ക്യാമ്പ് നൽകിയിട്ടുള്ള ആ 6 മന്ത്രിസ്ഥാനം കൂടി വി ഡി സതീശൻ അംഗീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ RC ക്യാമ്പുമായി KC ക്യാമ്പുമായി സംസാരിച്ച ശേഷം രൂപം എടുത്തിട്ടുള്ള ആ ഒരു പട്ടികയായിട്ടാണ് ഇപ്പോൾ ഇവർ KPCC ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. എന്തായാലും ദീപാദാസ് മുൻഷിയും KPCC പ്രസിഡന്റ് മുഖ്യമന്ത്രിയും കൂടി ഇരുന്നുകൊണ്ടുള്ള ഒരു ചർച്ചയാണ്. ഇതിൽ ശേഷമായിരിക്കും നമുക്ക് അന്തിമ പട്ടിക എന്താണെന്ന് അറിയാൻ സാധിക്കുക. ആ പട്ടികയായിരിക്കും ഇത് വൈകുന്നേരത്തോടു കൂടി ഹൈക്കമാൻഡിന് അനുമതിക്കായി നൽകുകയും ചെയ്യുന്നത്. അതിനുശേഷം ഗവർണർക്ക് ഈ പട്ടിക കൈമാറും. എന്തായാലും നിലവിൽ ഈ അൻവർ സാദത്ത് മന്ത്രിസഭയിലേക്ക് വരുന്നത് സ്വാഭാവികമായി 12 മന്ത്രിമാരിൽ ഒരു മന്ത്രി മുസ്ലിം ആയിട്ടുള്ള ഒരു മന്ത്രി ഉണ്ടാകുമെന്നുള്ളതാണ്. സാധാരണഗതിയിൽ അങ്ങനെയാണ്. ലീഗിന്റെ മന്ത്രിമാരുണ്ടെങ്കിൽ പോലും അത് അൻവർ സാദത്ത് ആയിരിക്കും എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങളെല്ലാം തന്നെ. എന്തായാലും IC ബാലകൃഷ്ണന് കൂടി മന്ത്രിസഭയിലേക്ക് എത്തിക്കണമെന്ന് RC ക്യാമ്പുകൾ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിട്ടുണ്ട്. IC ബാലകൃഷ്ണനെ ഇപ്പോൾ KPCC ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയിട്ടുമുണ്ട്. എന്തായാലും അവസാനഘട്ട ചർച്ച എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ AICC പ്രതിനിധി കൂടി ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന്റെ അംഗീകാരത്തോടു കൂടി ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ തന്നെ ഗവർണർക്ക് ഈ പട്ടിക കൈമാറും എന്നുള്ളതാണ്. കാരണം മുഴുവൻ മന്ത്രിമാരെയും ഒരുമിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേക്കണമെന്നുള്ള ആവശ്യമാണ് ആദ്യമായി നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മുന്നോട്ട് വെച്ചത്. എന്തായാലും അത് നടക്കുമെന്ന് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ നടക്കില്ല, അതിൽ ചില സംശയങ്ങളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ജോസഫ് വിഭാഗത്തിന് 2 മന്ത്രി എന്നുള്ളൊരു ആവശ്യം അവർ ഉറച്ചു നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു സമവായത്തിലേക്ക് അവർ എത്തിയോ എന്നുള്ളതാണ്. കാരണം PJ ജോസഫിന് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കാമെന്നുള്ളൊരു ആവശ്യമൊക്കെ തന്നെ അവർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് നടക്കുമോ എന്നുള്ളതാണ്. കോൺഗ്രസ് VM സുധീരന് വേണ്ടി അത് ശ്രമിക്കുന്നുണ്ട്. VM സുധീരനെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതേസമയം ലീഗ് മുനീറിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമവും നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സമവാക്യങ്ങൾ ഈ ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കും ഉണ്ടാകുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ഫോർമുല മുന്നോട്ട് വെച്ചുകൊണ്ട് അന്തിമമായി പട്ടികയിലേക്ക് മന്ത്രിമാർ ഘടകകക്ഷികൾക്ക് എത്ര എണ്ണം വീതം ഉണ്ടാകും എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തീരുമാനമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.